സോ ഗൈസ് അങ്ങനെ ഏകദേശം 20-22 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവസാനം എന്ത് വീട്ടിൽ വന്ന് കയറി. അയ്യോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയ്ക്ക് അടിപൊളിയാണെങ്കിൽ ഈ അവസാനത്തെ 4 ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ടു. കാരണം ട്രെയിനിലാണ് ഇങ്ങോട്ട് വന്ന ഗോരഖ്പൂരിൽ നിന്ന് ഭായിമാരുടെ തമ്പാക്കടി കാരണം ട്രെയിനകത്ത് ഇരിക്കാൻ പറ്റില്ല. 4 ദിവസം ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് ടോയ്ലറ്റിൻ്റെ ഒക്കെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഇപ്പോൾ അവസാനം വീട്ടിലൊന്ന് കയറി. ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ആരും ഒന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലെത്തിയതെന്ന് പറഞ്ഞാൽ അൺസബ്സ്ക്രൈബ് ചെയ്യരുത്. കാരണം നമ്മൾ ഈ മാസം ലാസ്റ്റ് നേപ്പാളിലേക്ക് വീണ്ടും ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ ആകെപ്പാടെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയാം. അപ്പോൾ ഇതാണ് എൻ്റെ വീടും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഏകദേശം 20-22 ദിവസം ഞാൻ നേപ്പാളിൽ ചിലവഴിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയേക്കണത്. നമുക്ക് അന്നപൂർണ്ണ കയറാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അന്നപൂർണ്ണയിൽ കാണേണ്ട എന്താണ് അത് നമ്മൾ കണ്ടിട്ടാണ് വന്നത്. അന്നപൂർണ്ണയിലെ സ്നോ മൗണ്ടനും മച്ചപൂച്ചാറിലെ സ്നോ മൗണ്ടനൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനകത്ത് നമ്മൾ ഒരുപാട് യാത്രകൾ നിങ്ങൾ കാണാറുണ്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം എന്തായാലും. ഓക്കെ.